إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة فكل بدعة ضلالة فكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അതിന് നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു യാത്ര പോവുകയാണ്. യാത്രാമധ്യയിൽ വെച്ച് അവർ ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നതായി അവർ കാണുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് ആ ഒട്ടകം ഒന്ന് കുതറുകയാണ്. ആ സമയത്ത് ആ സ്ത്രീ ആ ഒട്ടകത്തെ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് അതിനെ ശപിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ആ സ്ത്രീ ആ ഒട്ടകപ്പുറത്തേക്ക് കയറാൻ പോകുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് പറയുന്ന വാചകമുണ്ട്, ഖുദൂ മാ അലൈഹാ ഫദ്ഉ ബിഹാ ഫഇന്നഹാ മൽഊന. നീ ആ ഒട്ടകപ്പുറത്ത് വെച്ച ആ പാതയമുണ്ടല്ലോ, അതൊക്കെ നീ എടുത്തുകൊള്ളുക, എന്നിട്ട് അതിനെ വിട്ടുകൊള്ളുക. ഫഇന്നഹാ മൽഊന, തീർച്ചയായും അത് ശപിക്കപ്പെട്ടതാണ്. അതേ സുഹൃത്തുക്കളെ, ഈ ഒരു സംഭവം നാം ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ശാപവാക്കിന്റെ ഗൗരവത്തെ കുറിച്ചാണ് ഈ ഒരു സംഭവം നമ്മെ ഉണർത്തുന്നത്. അതെ, പലപ്പോഴും നാം അതിന് ഗൗരവം കാണാറില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, ലൈസൽ മുഅ്മിനു ബിത്ത്ആൻ വലൽ ലആൻ വലൽ ഫാഹിഷ്. ഒരു മുഅ്മിന് ഒരിക്കലുമല്ല, എങ്ങനെയുള്ളവനല്ല, ബിത്ത്ആൻ, മറ്റുള്ളവനെ കുത്തിപ്പറയുന്നവനല്ല.
വാക്കുകൊണ്ട് മറ്റുള്ളവനെ കുത്തി നോവിക്കുക എന്നുള്ളത് അത് വിശ്വാസിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലല്ലആൻ, അതുപോലെ ശാപവാക്ക് ഉപയോഗിക്കുന്നവനും വിശ്വാസിയല്ല. വലൽ ഫാഹിഷ്, മ്ലേച്ഛ പ്രവൃത്തി, മോശപ്പെട്ട അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, അവനും വിശ്വാസിയല്ല എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതെ, ഒരു മുഅ്മിനിന് ചേർന്ന ഗുണമല്ല ഇത്തരത്തിൽ ശാപവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലാ യകൂനു ലആനൂന ശുഹദാഅ വലാ ശുഫആഅ യൗമൽ ഖിയാമ. അതെ, ലാ യകൂനു ലആനൂന, ഒരിക്കലും ശാപവാക്ക് പറഞ്ഞ ആൾ വ്യക്തി ആയിത്തീരുകയില്ല. ശുഹദാ, അതേ, ഇസ്ലാമിൽ വളരെയേറെ സ്ഥാനം കൊടുത്ത ഒരു വ്യക്തിയാണ് ശുഹദാക്കൾ എന്നുള്ളത്. അവരുടെ കൂട്ടത്തിൽ ഈ ശാപവാക്ക് ഉപയോഗിച്ചവരുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വലാ ശുഫആ യൗമൽ ഖിയാമ, അവർക്ക് ശാപവാക്ക് ഉപയോഗിച്ചവർക്ക് പരലോകത്ത് ശുപാർശകരും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അത് ഗൗരവത്തിൽ കാണാൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ ശപിക്കുക എന്നുള്ളത് ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, ഒരു വിശ്വാസിയെ ശപിക്കുക എന്നുള്ളത് അവനെ കൊല ചെയ്യുന്നതിന് സമമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തിയെ കൊല്ലുക എന്നുള്ളത് എത്ര ഗൗരവമുള്ളതാണ്, അത്രത്തോളം ചേർത്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ, ഒരു മുഅ്മിനായ ഒരു വ്യക്തിയെ ശപിക്കുക എന്നുള്ളത് അത്ര ഗൗരവത്തിലാണ് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ ഒരു ശാപവാക്ക് പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇദാ ഖാലൽ അബ്ദു ലിശൈഇൻ ലഅനഹുല്ലാഹ്, ഒരു മനുഷ്യന് പറയുകയാണ് അല്ലാഹു നിന്നെ ശപിക്കട്ടെ എന്നൊരു വ്യക്തി പറഞ്ഞാൽ, അത്തരത്തിലൊരു വാക്ക് പ്രയോഗിച്ചാൽ സഅദത്തിൽ ലഅനതു ഇലസ്സമാ, ആ നാം പറഞ്ഞ വാക്കുണ്ടല്ലോ അത് ആകാശലോകത്തേക്ക് ഉയർന്നു പോകുമെന്നുള്ളതാണ്. ആ വാക്ക് ആകാശലോകത്തേക്ക് ഉയരുകയാണ്. ഫതുഗ്ലഖു അബ്വാബുസ് സമാ, എന്നാൽ ആകാശലോകം ആ വാക്കിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. ആകാശത്തിന്റെ വാതിലുകള് കൊട്ടിയടക്കുമെന്നുള്ളതാണ്. അങ്ങനെ 7 ആകാശങ്ങളിലേക്കും ആ വാക്ക് പ്രവേശിച്ചു പോകും. അതിനവിടെയൊന്നും ഒരു സങ്കേതം, ഒരു മസാ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. പിന്നീട് ആ ശാപവാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അത് തസ്ഹബു യമീനൻ വശിമാല, ഇടതുഭാഗത്തും വലതുഭാഗത്തും അത് സഞ്ചരിക്കുമെന്നുള്ളതാണ്. ഈ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ ഭൂമിയിൽ ചുറ്റും അതിനെവിടെയെങ്കിലും ഒരു സങ്കേതമുണ്ടോ എന്ന് അന്വേഷിച്ച് ആ വാക്ക് നടക്കുമെന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മളൊരു ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നാം പറഞ്ഞ ഒരു വാക്ക് അത് എത്രത്തോളം വലിയ പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഭൂമിയും ആ വാക്കിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതെ, ആ ഭൂമിയും ആ വാക്കിനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ ഫഇല്ലം തജിദ് ലഹാ മസാഅ, അങ്ങനെ അതിനൊരു സങ്കേതവും അതിന് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നീട് റജഅത ഇലല്ലദി ലഅന ഇൻ കാന അഹ്ലൻ ലിദാലിക, നമ്മൾ ശപിച്ച വ്യക്തി അതിന് അർഹനാണ് എങ്കിൽ അദ്ദേഹത്തിലേക്ക് ആ വാക്ക് മടങ്ങും. അല്ല എങ്കിൽ വഇലാ റജഅത ഇലാ ഖായിലിഹാ, പറഞ്ഞ വ്യക്തിയിലേക്ക് തന്നെ അത് മടങ്ങി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്രയേറെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒന്നാണ് ഈ ഒരു വാക്ക്. നാം പറയുന്ന ഒരു വാക്കിന് എത്ര വലിയ ഗൗരവമുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ഗൗരവത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി, ഖീല യാ റസൂലല്ലാഹ് കൈഫ യൽഅനു റജുലു വാലിദൈ, അതെ, ഒരു വ്യക്തി തന്റെ മാതാപിതാക്കളെ ശപിക്കുമോ? അപ്പോൾ പറയുകയാണ് ഫഇന്ന മിൻ അക്ബറിൽ കബായിർ,
അത് വൻപാപങ്ങളിൽപ്പെട്ട ഒന്നാണ്. സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത് അത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമായി കൊണ്ടാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ് യൽഅനു അബാഹു, അതെ, യൽഅനു റജുലു വാലിദൈഹി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ പിതാവിനെ, അവന്റെ പിതാവിനെ ശപിക്കുമ്പോൾ യൽഅനു അബർ റജുൽ, അപ്പോൾ ആ വ്യക്തി തിരിച്ചും ശപിക്കുന്നു. അതുപോലെ തന്നെ വയൽഅനു അബാഹു, വീണ്ടും തന്റെ വയൽഅനു ഉമ്മഹു, അവൻ മറ്റുള്ളവന്റെ ഉമ്മയെ ശപിക്കുമ്പോൾ തിരിച്ചും അവൻ ശപിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മാതാപിതാക്കളെ ശപിക്കുമ്പോൾ അത് നമ്മളെ മാതാപിതാക്കളെയും അവർ ശപിക്കാൻ കാരണമായി തീരുമെന്ന് അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ, ഇന്ന് പലപ്പോഴും നമ്മൾ അതിനെ ഒരു നിസ്സാരവൽക്കരിക്കാറാണ്. അത് മനസ്സിൽ തട്ടിയൊന്നുമല്ല. അതെ, പലപ്പോഴും അത് നിസ്സാരമായിക്കൊണ്ട് നമ്മുടെ വാക്കുകളിൽ വന്നു പോകാറുണ്ട്. അശ്രദ്ധമായിക്കൊണ്ട് നമ്മുടെ വാക്കുകളിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനെ നാം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതേ, നമ്മുടെ മക്കള് പലപ്പോഴും വികൃതികൾ കളിക്കുമ്പോൾ പറയും നാശം പിടിച്ചത് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അതേ വിശ്വാസിനികളായ അവരുടെ നാവുകളിൽ ഭാര്യമാരിൽ, നമ്മുടെ ഉമ്മമാരിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതിനെ ഗൗരവത്തിൽ കാണാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ലാ തദഉ അലാ അൻഫുസികും, നിങ്ങൾ ഒരിക്കലും സ്വന്തത്തിനെതിരായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സ്വന്തത്തിനെതിരായിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും നാം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരിക്കൽ ഒരു വ്യക്തി രോഗിയായി കിടക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിയാതെ കട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ്, നീ അള്ളാഹുവിനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? നീ അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഒരു പ്രാർത്ഥന, അള്ളാഹുവേ, പരലോകത്ത് വെച്ച് എനിക്ക് എന്തെങ്കിലും ശിക്ഷ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ എനിക്ക് തരണമേ എന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ആ വ്യക്തി പറയുകയാണ്. അപ്പോൾ അള്ളാഹിന്റെ റസൂല് ആ വ്യക്തിയെ തിരുത്തി കൊടുക്കുകയാണ്, നീ അങ്ങനെ പ്രാർത്ഥിക്കണ്ടായിരുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഈ ഒരു പ്രാർത്ഥന നിനക്ക് പ്രാർത്ഥിക്കാമായിരുന്നു എന്ന് ആ മനുഷ്യന് തിരുത്തി കൊടുക്കുന്നതായിക്കൊണ്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതേ സുഹൃത്തുക്കളെ, സ്വന്തത്തിനെതിരായി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും വിശ്വാസികൾക്കത് ഭൂഷണമായിട്ടുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ തുടർന്നുകൊണ്ട് പറയുകയാണ്, വലാ തദഉ അലാ ഔലാദികും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരായി കൊണ്ട് പ്രാർത്ഥിക്കരുത്. സ്വന്തം മക്കൾക്കെതിരായി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. അത് ഗൗരവത്തിൽ കാണാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, നമുക്കറിയാം ചരിത്രത്തിൽ മഹാനായ ജുറൈജ്, അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ദീന് നമസ്കാരവും ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി മലമുകളിൽ പോയി അദ്ദേഹം രാപ്പാർക്കുകയാണ് അവിടെ. അങ്ങനെ തന്റെ ഉമ്മ അദ്ദേഹത്തെ മുട്ടി വിളിക്കുകയാണ്. ഉമ്മ കഷ്ടപ്പെട്ട് ആ മലമുകളിലേക്ക് കയറി തന്റെ മകനെ വിളിക്കുമ്പോൾ മകൻ നമസ്കാരത്തിലാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ കരുതി, അള്ളാഹുവേ, ഉമ്മയും നമസ്കാരവും. എന്നിട്ട് അദ്ദേഹം നമസ്കാരത്തിൽ തുടരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഒരു വാക്ക് പറയുകയാണ്. ആ ഉമ്മ പറഞ്ഞൊരു വാക്ക്, ഇവനെ ഒരു വേശ്യയുടെ മുഖത്ത് കാണിക്കണേ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ, അതേ സുഹൃത്തുക്കളെ, ചരിത്രം നാം മനസ്സിലാക്കിയവരാണ്. പിന്നീട് അദ്ദേഹം ഒരു വേശ്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സമൂഹം അദ്ദേഹത്തെ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ, ആ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കിയവരാണ്. അത് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നുള്ളത് ഗൗരവമുള്ളതാണ്. അതുപോലെ തന്നെ അതേ മക്കയിലെ ഒരു ഇമാം സുദൈസി, അദ്ദേഹം തന്റെ ജീവചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഞാൻ ഇന്നിവിടെ ഹറമിൽ ഇമാമായി നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്ന വാക്കുണ്ട്. ചെറുപ്പത്തിൽ അദ്ദേഹം പറയാണ്, ഞാൻ ചെറുപ്പത്തിൽ വലിയ വികൃതിക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് അതിഥികള് കടന്നു വരുന്ന സമയത്ത്
ഉമ്മ നല്ല ഭക്ഷണമൊക്കെ തയ്യാറാക്കി അതാ ടേബിളില് നിരത്തി വെച്ചിരിക്കുകയാണ്. നിരത്തി വെച്ച സമയത്ത് അതാ കുറച്ച് മണലെടുത്തിട്ട് ഈ കുട്ടി എന്ത് ചെയ്യാന്നറിയോ? ആ മണലിലേക്ക്, ആ ഭക്ഷണത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോൾ വലിച്ചെറിഞ്ഞ സമയത്ത് നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട. ആ ഉമ്മ ചെയ്തൊരു പ്രവൃത്തി, ആ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹിനോട് പറയാണ്, അള്ളാഹുവേ എന്റെ മകനെ 2 ഹറമുകളുടെ ഇമാമാക്കി മാറ്റണേ എന്ന് ദുആ ചെയ്തപ്പോൾ, അതേ സുഹൃത്തുക്കളെ, ഉമ്മയുടെ പ്രാർത്ഥന അത് അള്ളാഹു തട്ടില്ല. അള്ളാന്റെ അടുക്കൽ അതിന് സ്വീകാര്യതയുണ്ട്. മാതാപിതാക്കളുടെ പ്രാർത്ഥന അത് വലിയ സ്വീകാര്യത അള്ളാന്റെ അടുക്കൽ ഉണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ചരിത്രങ്ങൾ നമുക്ക് നൽകുന്നത്. അതേ സുഹൃത്തുക്കളെ, അത്തരത്തില് മാതാപിതാക്കൾക്ക് എന്റെ മകന് പറയാൻ ഇത്തരത്തിലൊരു പ്രാർത്ഥന കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ മകന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊന്ന് മനസ്സിൽ തട്ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും മക്കള് അതേ വഴിതെറ്റിപ്പോകുമ്പോൾ അത് മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പ്രയാസം പറയാറുണ്ട്. അത് എന്റെ റബ്ബിനോട് അതൊന്ന് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തുടർന്നുകൊണ്ട് ആ ഹദീസിന്റെ തുടർച്ച നമുക്ക് കാണാൻ സാധിക്കും. ലാ തദഉ അലാ അംവാലിക്കും, നിങ്ങൾ സമ്പത്തിനെതിരായി കൊണ്ട് പ്രാർത്ഥിക്കരുത്. നമ്മുടെ സമ്പത്ത് അതിനെതിരായി പ്രാർത്ഥിക്കുന്ന അവസ്ഥയും വിശ്വാസികൾക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ലതുവാഫികൂന മിനല്ലാഹി സാഅ യസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. തുടർന്നുകൊണ്ട് ആ ഹദീസിന്റെ തുടർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്, അള്ളാന്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ അള്ളാഹു ആ പ്രാർത്ഥന തട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്ന നമ്മുടെ മക്കളെ കുറിച്ച് പലപ്പോഴും പറയുന്ന നാശം പിടിച്ചത്, കുരുത്തം കെട്ടത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഈ അള്ളാഹു നിശ്ചയിച്ച സമയവുമായി ഒത്തുവന്നാൽ അതിന് നമ്മൾ ഗൗരവം കാണേണ്ടി വരുമെന്നുള്ളത് നാം ഗൗരവത്തിൽ അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ എന്നാൽ നമുക്ക് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കുറെ വിഭാഗം ആൾക്കാരെ അള്ളാഹുവും റസൂലും ശപിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേ മദ്യപിക്കുന്നവരെ അള്ളാഹുവിന്റെ ശാപമേറ്റവരാണ്. പലിശയുമായി ബന്ധപ്പെടുന്നവർ അള്ളാഹുവിന്റെ ശാപമേറ്റവരാണ്. പച്ചകുത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാരായ ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചവരാണ്. എന്നാൽ ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ കണ്ടാല് അള്ളാഹു നിന്നെ ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതും അത് വിശ്വാസികൾക്ക് ചേർന്നതല്ല. ഒരിക്കൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കയറി വരികയാണ്. ആ മനുഷ്യനെ അതേ മദ്യപിച്ചുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറയുന്നു, അള്ളാന്റെ റസൂലെ, ഞാൻ മദ്യപിച്ചു പോയിട്ടുണ്ട്, എനിക്ക് വേണ്ടി താങ്കൾ പൊറുക്കലിനെ തേടണം. അപ്പോൾ അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. ആ വ്യക്തി രണ്ടാമതും ഇത് ആവർത്തിക്കുന്നു, മൂന്നാമതും ഇത് ആവർത്തിക്കുന്നു. തുടർച്ചയായി ഇത് ആവർത്തിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് പറയുകയാണ്, അല്ലാഹ് നിന്നെ ശപിക്കട്ടെ, നീ എത്ര പ്രാവശ്യമാണ് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഈ ഒരു വിഷയം പറഞ്ഞു വരുന്നത് എന്ന് ആ വ്യക്തിയോട് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് പറയുകയാണ്, ലാ തൽഅനൂ. അപ്പോൾ ആ അള്ളാന്റെ റസൂല് ആ മദ്യപിച്ച് വന്ന വ്യക്തിയെയല്ല, മറിച്ച് ആ പറഞ്ഞ സ്വഹാബിയെ ഉണ്ടല്ലോ, ആ സ്വഹാബിയോട് ഉപദേശിക്കുകയാണ്, ലാ തൽഅനൂ, നിങ്ങൾ ആ വ്യക്തിയെ ഒരിക്കലും ശപിക്കരുത്. തീർച്ചയായും ആ വ്യക്തിയെ അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ കയറി വരാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതേ സുഹൃത്തുക്കളെ, ഒരു തിന്മ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ അവരിതൊന്നും ദീനുമായി ബന്ധമില്ലാതെ നടക്കുമ്പോൾ അവൻ നരകത്തിലാണ്, അവൻ സ്വർഗത്തിലാണ് എന്ന് നിശ്ചയിക്കാൻ നമുക്കാർക്കും ഒരു അവകാശമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു നോക്കുന്നത് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്കാണ്. ഓരോ മനുഷ്യന്റെയും അവസാനം എങ്ങനെയാകുമെന്ന് നിശ്ചയിക്കാൻ നമ്മൾ ആരും ആളല്ല എന്ന
തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് എല്ലാവരെയും പരിഗണിക്കണം. എല്ലാവർക്കും വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പകയുണ്ടാകുക എന്നുള്ളതും അത് വിശ്വാസികൾക്ക് ചേർന്നതല്ല. അതേ സൂറത്തുൽ ഹശ്റിലെ 10-ാം വചനത്തിലൂടെ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അതേ വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ചില ആൾക്കാർ അവര് പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെയാണ്? റബ്ബന ഇഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ, അതുപോലെ തന്നെ ഈമാൻ കൊണ്ട് നമുക്ക് മുന്നിട്ട വിശ്വാസികളായ ആൾക്കാരുണ്ടല്ലോ അവർക്കും നീ പുറത്തു കൊടുക്കണമേ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസിയുമായി കൊണ്ട് ഒരു പക, ഒരു വിദ്വേഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കല്ലേ എന്നവർ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. ഇന്നക റഊഫുർ റഹീം, തീർച്ചയായും അല്ലാഹു ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിലൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിശ്വാസിയോട് പകവെച്ച് നടക്കുക, വിദ്വേഷം വെച്ച് നടക്കുക എന്നുള്ളത് ഒരിക്കലും അവന് ചേർന്നതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് നമ്മളെപ്പോഴും മറ്റുള്ളൊരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവനാണ്. അവനെന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടവനാണ്. അതേ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മനിസ്തഗ്ഫറ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത് കാന ലഹു ബികുല്ലി വാഹിദിൻ ഹസന. ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസിയായ ഒരു മുസ്ലിമിന് വേണ്ടി അല്ലെ മുഅ്മിനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവനിക്കൊരു നന്മ രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. അതേ, മറ്റൊരു ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതേ ഒരു വിശ്വാസി, ഒരു വിശ്വാസിയുടെ, നമ്മുടെ സുഹൃത്തായ ഒരു വിശ്വാസിയുടെ പ്രസന്റ് ഇല്ലാത്ത അവസ്ഥയിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്കുകള് പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഇതുപോലെയുള്ളത് ഇവനും നൽകണമേ എന്ന പ്രാർത്ഥന, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ കാരണമായി തീരുമെന്നുള്ള കാര്യം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേ സുഹൃത്തുക്കൾ, അതിനെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്, സമീഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടു. അതെ, കാന മിൻ ബനി ഇസ്രായീൽ റജുലാൻ, ബനൂ ഇസ്രായീലിൽ പെട്ട രണ്ട് മനുഷ്യന്മാർ, ആ രണ്ട് മനുഷ്യന്മാർ, കാന അഹദുഹുമാ മുജ്തഹിദൻ ഫിൽ ഇബാദ, അതിൽ ഒരു വ്യക്തി എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്ന, എപ്പോഴും ഇബാദത്തിൽ മുഴുകുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ വകാനൽ ആഖിറു മുസ്രിഫൻ അലാ നഫ്സിഹി, രണ്ടാമത്തെ വ്യക്തി എന്നുള്ളത് എപ്പോഴും തിന്മകള് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹം വകാന മുതആഖിയൈനി, അവർ രണ്ടുപേരും സഹോദരങ്ങളായിരുന്നു. ഈ ഒന്ന് നല്ല മനുഷ്യൻ, ഇബാദത്ത് ചെയ്യുന്ന വ്യക്തി, മറ്റേത് എപ്പോഴും തിന്മകളിൽ മുഴുകുന്ന ഒരു വ്യക്തി. അവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഫകാനൽ മുജ്തഹിദു ലാ യസാലു യറൽ ആഖിറ അലാ ദംബ്, ആ മനുഷ്യനെ, രണ്ടാമത്തെ വ്യക്തിയെ ഈ ഒന്നാമത്തെ വ്യക്തി എപ്പോഴും കാണുന്നത് തിന്മ ചെയ്യുന്നത് കൊണ്ടാണ്. എപ്പോഴും അദ്ദേഹത്തെ കാണുന്നത് ഒരു തിന്മ ചെയ്യുന്നതായിക്കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നീ ഇത് ചുരുക്കണം, നീ നിന്റെ തിന്മകൾ ചുരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ തിന്മകൾ ചെയ്യുന്ന വ്യക്തി പറയുകയാണ്, അതെ, അബുഇസ്തു അലയ്യ റഖീബ, അല്ലാഹു നിന്നെ അയച്ചത്
എന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയാണോ അള്ളാഹ് നിന്നെ അയച്ചത്? നീ എന്റെ കാര്യം നോക്കേണ്ടതില്ല എന്നീ വ്യക്തി പറയും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കാണുന്നത് ഒരു വലിയൊരു ഗൗരവമേറിയ ഒരു തിന്മ ചെയ്യുന്നതായിക്കൊണ്ട് രണ്ടാമത്തെ വ്യക്തിയെ കണ്ടപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, വൈഹക്, നിനക്ക് നാശം, വൈഹക്, നിനക്ക് നാശം, അക്സിർ, നീ ഇത് ചുരുക്കേണ്ടതുണ്ട്. അപ്പോഴും ഈ വ്യക്തി, ആ രണ്ടാമത്തെ വ്യക്തി കൊടുക്കുന്ന മറുപടി, അഹല്ലിനി റബ്ബി അബുഇസ്തു അലയ്യ റഖീബ, നിന്നെ അള്ളാഹ് അയച്ചത് എന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയാണോ? നീ അള്ളാഹു നിന്നെ അയച്ചത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഈ ഒന്നാമത്തെ വ്യക്തി മറുപടി കൊടുക്കുകയാണ്, ലാ യഗ്ഫിറുല്ലാഹു ലക്, ലാ യഗ്ഫിറുല്ലാഹു ലക്, അതെ, അള്ളാഹു നിനക്ക് ഒരിക്കലും നിന്റെ പാപങ്ങൾ പുറത്തു തരികയില്ല. ഔ ലാ യദ്ഖുലുൽ ജന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്ക്, അള്ളാഹു അല്ലെങ്കിൽ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നൊരു രീതിയിലുള്ള സംസാരം അയാളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരുടെയും മലക്ക്, അവർ രണ്ടുപേരുടെ അടുത്തേക്ക് അള്ളാഹു മലക്കിനെ അയക്കുകയും രണ്ടുപേരുടെയും റൂഹിനെ അള്ളാഹു പിടികൂടുകയും ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ റൂഹിനെ പിടികൂടി, എന്നിട്ട് ആ മോശപ്പെട്ട വ്യക്തിയോട് അള്ളാഹു പറയുമെന്നുള്ളതാണ്, ഫദ്ഖുലിൽ ജന്ന ബിറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് നീ എന്ത് ചെയ്യാ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അങ്ങനെ രണ്ടാമത്തെ വ്യക്തിയോട് ഫഖാലൽ ആഖിർ, ആ നല്ല വ്യക്തിയോട് പറയുകയാണ്, അകുൻതു ബി ആലിമൻ അകുൻതു അലാ മാ ഫീ യദി ഹാസിന, എന്റെ ഖജനാവ് നിന്റെ കയ്യിലാണോ? എന്റെ ഖജനാവ് നിന്റെ കയ്യിലാണോ? നീയാണോ ഓരോരുത്തർക്കും സ്വർഗവും നരകവും നിശ്ചയിക്കേണ്ടത്? എന്റെ കാരുണ്യത്തെ തൊട്ട് നീ എങ്ങനെയാണ് നീയാണ് വലിയ പണ്ഡിതനാണോ എന്നാ മനുഷ്യനോട് ചോദിക്കുമെന്നുള്ളതാണ്. ഇത് ഹബു ഇലന്നാർ, നീ നരകത്തിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് ആ മനുഷ്യനോട് പറയപ്പെടുമെന്നുള്ളതാണ്. അതേ സുഹൃത്തുക്കളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് തിന്മ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതല്ല, മറിച്ച് അത് നാം ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നവരെ കണ്ടാൽ അവരെ ഒരു വിധി എഴുതുക എന്നുള്ളത് അത് നമുക്ക് ഭൂഷണമല്ല, മറിച്ച് തിന്മ ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം നൽകുകയല്ല ഈ ഹദീസ്. മറിച്ച് മറ്റുള്ളവരെ നമ്മൾ ചാപ്പ കുത്തുമ്പോൾ, മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല എന്നതാണ് ഈ ഒരു ഹദീസ് നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത് കൃത്യമായി കൊണ്ട് നാം തിരിച്ചറിയും. അതുകൊണ്ട് നാം പറയുന്ന ഓരോ വാക്കുകളും അത് ഗൗരവത്തിലാക്കി തീർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ധാരാളം ആൾക്കാർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ രോഗം നീ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഈ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ധാരാളം ആൾക്കാർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവിടെയൊക്കെ തന്നെ പ്രയാസം നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم نسألك الجنة ونعوذ بك من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين.